ചില ജോലികളൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായി പഠിച്ചേ മതിയാവും. പക്ഷെ കലാകായിക രംഗത്താണെങ്കിൽ പഠിക്കാതെ തന്നെ പാട്ടുകാരായവരും ഡാൻസർമാരായവരും അങ്ങനെ പലതരം മേഖലകളിൽ തിളങ്ങിയവരും തിളങ്ങുന്നവരുമുണ്ട്. എന്നാൽ ഇന്ന് ഡോട്ട് വ്യൂ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതുപോലുള്ള ഒരാളെയാണ്. ദിസ് ഇസ് ജാഫർ ഫ്രം ഡോട്ട് വ്യൂ. ഇതുവരെ നമ്മൾ ഡോട്ട് വ്യൂയിലൂടെ ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു. പാട്ട് പാടാൻ കഴിയുന്ന ആളുകൾ, വരയ്ക്കാൻ കഴിയുന്ന ആളുകൾ, അങ്ങനെ വിവിധ മേഖലയിലുള്ള ആളുകളെ പരിചയപ്പെട്ടു. എന്നാൽ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. സിനിമാ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ആ മഹാപ്രതിഭ മഞ്ജു വാര്യർ. ഒരുപക്ഷെ നിങ്ങളിത് കേൾക്കുമ്പോൾ വിചാരിക്കും മഞ്ജു വാര്യർ എങ്ങാനും ഡോട്ട് വ്യൂ ചാനലിൽ വരുന്നുണ്ടോ എന്ന്. എന്നാൽ മഞ്ജു വാര്യർ അല്ല. മഞ്ജു വാര്യരുടെ ആ ഡാൻസ് എന്ന ആ പാഷൻ ഒരുപാട് കുട്ടികൾക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടി നമ്മുടെ വയനാട്ടിൽ നിന്നും ഒരാളെ മഞ്ജു വാര്യർ തിരഞ്ഞെടുക്കുകയുണ്ടായി. കലോത്സവ വേദിയിൽ റെനീറ്റ ഒരു ഡാൻസ് കളിക്കുകയുണ്ടായി. അതിലൂടെയാണ് മഞ്ജു വാര്യരുടെ അടുത്തേക്ക് റെനീറ്റ എത്തിപ്പെടുന്നത്. അങ്ങനെ റെനീറ്റയുടെ ഡാൻസ് എന്ന മോഹത്തിന് ചിറക് വെക്കാൻ തുടങ്ങി. ഇന്നും ഒട്ടും തന്നെ പുറകോട്ട് പോകാതെ ഡാൻസ് എന്ന മോഹത്തിനെ നെഞ്ചിലേറ്റിയ റെനീറ്റ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. നമുക്കറിയാം കൂടുതൽ വിശേഷങ്ങൾ റെനീറ്റയിൽ നിന്നും. ഹായ്, ഞാൻ റെനീറ്റ. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ എനിക്കൊരു ചേട്ടനും ഉണ്ട്. എൻ്റെ വീട് റിപ്പണാണ്. ഞാനിപ്പോൾ കോവിഡ് കൺട്രോൾ സെല്ലിലാണ് വർക്ക് ചെയ്യുന്നത്, കൗൺസിലറായിട്ട്. പക്ഷെ എപ്പോഴും എൻ്റെ ഒപ്പം ഡാൻസ് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതുവരെ എനിക്ക് ഡാൻസ് പഠിക്കാൻ പറ്റിയിട്ടില്ല, അതായത് ബേസിക്സ് ഒന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഡാൻസ് എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് സൈക്കോളജി ചൂസ് ചെയ്തതും ഡാൻസ് ഒപ്പം കൊണ്ടുപോകണം എന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഡാൻസ് മൂവ്മെൻറ്റ് തെറാപ്പിയിൽ PhD എടുത്ത് ഡാൻസ് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രമല്ലാണ്ട് ട്രീറ്റ്മെൻറ്റിനും കൂടി യൂസ് ചെയ്യണമെന്നാണ് എൻ്റെ താല്പര്യം. ഡാൻസിനോട് എനിക്ക് ഇത്രയും താല്പര്യമുണ്ടെന്ന് എന്നെ മനസ്സിലാക്കി തന്ന ഒത്തിരി പേരുണ്ട്. ഫസ്റ്റ് സുഷമ ടീച്ചർ, അവരുടെ അടുത്തായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഡാൻസ് പഠിക്കാൻ പോയത്. അവരെന്നെ കുറച്ച് പഠിപ്പിച്ചു, ഒരു ദിവസം 2 ദിവസമായിട്ട് പോയിട്ടുള്ളൂ. പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലായപ്പോൾ ഞാൻ തിരിച്ചു വന്നു. പിന്നെ എൻ്റെ ലൈഫിലൊരു വഴിത്തിരിവ് ഉണ്ടാക്കിയത് ഷമീർ സാറാണ്. സാറ് പഠിപ്പിച്ച് ഗ്രൂപ്പ് ഡാൻസ് കളിച്ചിട്ടാണ് സ്റ്റേറ്റിൽ ആദ്യമായിട്ട് പോയത്. അവിടെ ഒത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടു. അപ്പം അവരെ പോലെ ആവണം, ഡാൻസ് പഠിച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് തോന്നി തുടങ്ങി. ഏതെങ്കിലും ഒരു ക്ലാസിക്കൽ ഫോം സ്റ്റേജിൽ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അത് ഞാൻ 2-3 ടീച്ചേഴ്സിനെ പോയി കണ്ടു. പക്ഷെ അവരൊക്കെ ബേസ് അറിയാത്തത് കൊണ്ട് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിടുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ എൻ്റെ ഒരു സീനിയർ പ്രവീണ എന്ന് പറയും, പുള്ളിക്കാരി കളിച്ച കേരള നടനം എന്നെ പഠിപ്പിച്ചു. അത് ഞാൻ കളിച്ച് പ്രൈസ് വാങ്ങി സ്റ്റേറ്റ് ലെവൽ വരെ പോയിരുന്നു. മഞ്ജു വാര്യർ സെലക്ട് ചെയ്തതിനു ശേഷമാണ് എനിക്ക് ബേസ് പഠിച്ചില്ലെങ്കിലും ഡാൻസർ ആവാം എന്നുള്ളൊരു തോന്നലൊക്കെ തോന്നി തുടങ്ങിയത്. എനിക്ക് മാത്രമല്ല, ഞങ്ങൾ സെലക്ട് ചെയ്ത എല്ലാവർക്കും ആ ഒരു കോൺഫിഡൻസ് ലെവൽ നന്നായിട്ട് കൂടിയിരുന്നു. മഞ്ജു വാര്യരെ കാണാൻ പോയപ്പം എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന്, എങ്ങനെ സംസാരിച്ച് തുടങ്ങേണ്ടതെന്ന് ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പുള്ളിക്കാരി നമ്മളെ കണ്ടപ്പോഴേ എഴുന്നേറ്റ് നിന്നപ്പോൾ മനസ്സിലായി അത്രയും കൂട്ടായിട്ട് നിൽക്കും.
ശരിക്കും പുള്ളിക്കാരനോട് സംസാരിച്ചതിന് ശേഷമാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് കൗൺസിലിംഗ് പഠിച്ച് ഡാൻസ് മൂവ്മെൻറ്റ് തെറാപ്പി ചെയ്ത് ഡാൻസ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യണം, അങ്ങനെ കുറച്ച് പേർക്കൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു തോന്നലൊക്കെ തോന്നി തുടങ്ങിയത്. ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സത്യത്തിൽ ഞാൻ തൃശ്ശൂരിലേക്ക് പോരുന്നത്. ക്രൈസ്റ്റ് കോളേജ് ചൂസ് ചെയ്ത് അവിടേക്ക് പോരുന്നത്. പക്ഷെ അവിടുന്ന് എനിക്ക് വിചാരിച്ച രീതിയിൽ പഠിക്കാൻ പറ്റിയില്ല. പക്ഷേ ലാസ്റ്റ് ഇയർ തേർഡ് ഇയറിൽ പഠിക്കുമ്പോൾ മീര നങ്ങിയാരത്ത് ഭരതനാട്യം പഠിക്കാൻ വേണ്ടി ഒരു 2 ദിവസം പോയി. പിന്നെ പ്രൊജക്റ്റും പഠിത്തത്തിൻ്റെ തിരക്കൊക്കെ ആയിട്ട് അവിടെ നിന്ന് എനിക്ക് ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വരേണ്ടി വന്നു. പിന്നീട് PG ചെയ്യാൻ വേണ്ടി യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ആലുവയിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അവിടുന്ന് മാമാങ്കത്തിലേക്ക് പോയി. മാമാങ്കത്തിലും ഒരു 2-3 ദിവസമേ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അവിടുന്ന് പിന്നെ അതും ഡ്രോപ്പ് ചെയ്ത് കൊറോണ കാരണം വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. എന്തൊക്കെ പറഞ്ഞാലും വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടുണ്ട്. ഇനിയാണെങ്കിലും ഡാൻസ് ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ അവർ തന്നെയാണ് തരുന്നത്. ഡാഡിയും മമ്മിയും ചേട്ടായിയാണ് ചെറുപ്പം മുതലേ ഞാൻ ഏത് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പോയാലും ഇവർ 3 പേരും എൻ്റെ ഒപ്പം ഉണ്ടാവും. മേക്കപ്പ് ചെയ്യാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ഫുഡ് കൊണ്ടുവന്ന് തരാനും എല്ലാത്തിനും എന്നെക്കാളും അവർക്കാണ് എക്സൈറ്റ്മെൻറ്റ്. ഞാൻ നന്നായിട്ട് ചെയ്യുമോ, ഞാൻ നന്നായിട്ട് കളിക്കുമോ, ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ബാക്കി എല്ലാവർക്കും ഇഷ്ടമാവുമോ. ശരിക്കും അവരില്ലായിരുന്നെങ്കിൽ ഞാൻ മഞ്ജു വാര്യർ സെലക്ട് ചെയ്യുന്ന രീതിയിലേക്ക് എത്തില്ലായിരുന്നു. ഡാഡിയും ചേട്ടായൊക്കെ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതുവരെ ബേസ് പഠിച്ചിട്ടില്ലെങ്കിലും ഇനിയാണെങ്കിലും എനിക്ക് പഠിക്കാമെന്നുള്ളൊരു വിശ്വാസം എനിക്കുള്ളത്. പിന്നെ ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഡാൻസ് യൂസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം തോന്നി തുടങ്ങിയത് എൻ്റെ മമ്മീനെ കണ്ടിട്ടാണ്. മമ്മി ഒരു സോഷ്യൽ വർക്കറാണ്. പുള്ളിക്കാരി എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പ്രയത്നിക്കുന്നുണ്ട് എന്നും. അപ്പം അതുകൊണ്ടാണ് കൗൺസിലിംഗ് എടുത്തതും കുറച്ചും കൂടി സയൻറ്റിഫിക് ആയിട്ട് ആൾക്കാരുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് കൗൺസിലിംഗ് എടുത്ത് ഡാൻസും കൂടി അതിൻ്റെ ഒപ്പം കൂട്ടിച്ചേർത്ത് ഡാൻസ് മൂവ്മെൻറ്റ് തെറാപ്പി ആക്കിയിട്ട് ബാക്കിയുള്ളവർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോൾ ഡാൻസ് പകുതിക്കുന്ന് വെച്ച് നിർത്തിയവരുണ്ടാവും, ഡാൻസ് പഠിക്കാണ്ടും കളിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാരണം മുന്നോട്ട് വരാൻ മടിക്കുന്നവരും ഉണ്ടാവും. അപ്പം ഇവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാരണമാണ് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മിസ്സാക്കി കളഞ്ഞത്. ശരിക്കും നമുക്കതൊന്നും വേണ്ട ആവശ്യമില്ല. നമുക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ അത് ബേസ് പഠിക്കണം എന്നൊന്നുമില്ല. നമുക്ക് എന്നും പ്രാക്ടീസ് ചെയ്ത് ആ ഒരു ടാലൻറ്റ് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ സപ്പോർട്ട് ഇല്ലെങ്കിലും നമ്മൾ നമ്മുടെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പിന്നെ ബാക്കി എല്ലാ കാര്യവും സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. നമുക്ക് കോവിഡ് കാരണം ഒത്തിരി പേർക്ക് സ്വന്തം കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റി. കുറേ പേര് ഒതുങ്ങിപ്പോയി. അങ്ങനെ ഒതുങ്ങിപ്പോവും എന്നുള്ളൊരു സാഹചര്യത്തിൽ എത്തിയപ്പോഴാണ് .view ചാനലായിട്ട് ജാഫറിനെ പരിചയപ്പെടാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഞാനിവിടെ നിൽക്കുന്നത്. ഇത്തരത്തിൽ മറ്റുള്ളവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചാനലാണ് .view. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് ഉണർത്താൻ ശ്രമിക്കാം. ചുവട് തെറ്റാതെ ഡാൻസ് എന്ന മോഹത്തിനെ ഇനിയും ഒരുപാട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ റെനീറ്റയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രതിഭകളെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോകളായിട്ട് .view നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ദിസ് ഇസ് ജാഫർ.
ഫ്രം ഡോട്ട്